ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 8. ഇറ്റ്സ് മീ യുവർ നാഫി. എല്ലാവർക്കും മക്കളെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാഫി അല്ലേ. അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു. 2 ആഴ്ച കൂടിയേ നിങ്ങളുടെ എക്സാമിനുള്ളൂ. എന്താണ് അല്ലെങ്കിൽ 3 ആഴ്ച കൂടി എക്സാമിനുള്ളൂ. എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്? എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഞാൻ ചോദിക്കുന്ന 3-4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ളത്? ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത്? സ്കൂളിൽ ഇപ്പോൾ ഫുൾ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആഗ്രഹമുണ്ടല്ലേ, നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് 8ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയുള്ള ആളുകൾക്കായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ നന്നായി പഠിച്ച് നല്ല മാർക്ക് 8ാം ക്ലാസ്സിൽ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം 8ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ തോറ്റു പോകാനുള്ള സാധ്യത. 8ാം ക്ലാസ് തോൽപ്പിക്കും. ഇനി മുതൽ അങ്ങനെ 8ാം ക്ലാസ്സിൽ എത്തിയും തോൽപ്പിക്കട്ടെ. 8ാം ക്ലാസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ അധികാരം നിങ്ങളുടെ ടീച്ചേഴ്സിനുണ്ട്. പക്ഷേ നിങ്ങൾ എജ്യൂപോഡിൻ്റെ മക്കളാണ്, എജ്യൂപോഡിൻ്റെ ക്ലാസ് കാണുന്ന മക്കളാണ്. നിങ്ങൾ തോൽക്കില്ല, നിങ്ങളുടെ ഫ്രണ്ട്സും തോൽക്കാൻ പാടില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ നിങ്ങളുടെ 2 ആഴ്ച, ഏകദേശം 2-3 ആഴ്ച മാത്രമേ നിങ്ങളുടെ ആനുവൽ എക്സാമിനുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവസവും 4 മണിക്കൂർ നിങ്ങൾ പഠിക്കണം. ദിവസവും 4 മണിക്കൂർ നിങ്ങൾ പഠിക്കാനിരിക്കണം. അതിൽ 3 മണിക്കൂർ രാത്രിയും 1 മണിക്കൂർ രാവിലെയുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കണം. ഓർത്ത് വെച്ച് ദിവസവും 4 മണിക്കൂർ നിങ്ങൾ പഠിക്കണം. അതിൽ 3 മണിക്കൂർ രാത്രി പഠിക്കണം, 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. 50 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അടുത്ത 50 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിക്കാൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. 50 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 50 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു കാരണവശാൽ നിങ്ങൾ ഫോൺ എടുക്കരുത് കേട്ടോ. നിങ്ങളെ പാരൻസിനോടൊക്കെ സംസാരിച്ചുകൊണ്ട് ചില്ലായിട്ട് എന്ത് ചെയ്യുക? 5 മിനിറ്റ് നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇല്ല, നിങ്ങൾക്ക് ചില സബ്ജക്റ്റിലെ ചില ചാപ്റ്റേഴ്സ് ഭയങ്കര ടഫായിരിക്കില്ല. ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് രാത്രി സമയത്ത് പഠിക്കുക. ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് രാവിലെ പഠിക്കുക. ഈ രാവിലെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ മെച്ചം തരാം മക്കളെ. നമുക്ക് രാവിലെ എണീച്ച് ഈ ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് എനർജി കിട്ടും, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബൂസ്റ്റിങ് കിട്ടും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് നോട്ടും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ എജ്യൂപോഡിൻ്റെ ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്യുക. എജ്യൂപോഡിൻ്റെ ആപ്പിലൂടെ റിസോഴ്സസ് എന്ന് പറഞ്ഞ ഭാഗം കംപ്ലീറ്റ്ലി ഫ്രീ ആട്ടോ. റിസോഴ്സസ് എന്ന് പറഞ്ഞ ഭാഗം എന്താടാ? കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ എജ്യൂപോഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുക. ആ ക്ലാസ്സിലെ റിസോഴ്സസ് എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കുക. ഇതിൽ PYQs നോട്ടൊക്കെ കണ്ടിട്ടോ. ഇനി നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണത് ഡീവിയേഷൻ. നിങ്ങളങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെന്ത് ചെയ്യും? സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, ഇൻസ്റ്റയിൽ കണ്ട കാര്യങ്ങൾ, TV-യിൽ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. സോ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ഫുൾ ഫോക്കസ് എങ്ങോട്ടേക്കായിരിക്കണം? ഫുൾ A+ എന്നുള്ള ലക്ഷ്യത്തിലേക്കായിരിക്കണം. നമ്മൾ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാടാ? നമുക്ക് എന്ത് കിട്ടാനാ? ഫുൾ A+ കിട്ടാനല്ലേ? അല്ല മക്കളെ, ഞാൻ കഷ്ടപ്പെട്ട് തൊണ്ട കീറുന്നതും നമ്മൾ കഷ്ടപ്പെട്ട് ലൈവ് എടുക്കുന്നതൊക്കെ എന്തിനാടാ? നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാനാ. അപ്പോൾ ഫുൾ A+ എന്നുള്ളൊരു ലക്ഷ്യം നിങ്ങൾ മനസ്സിൽ ഫോക്കസ് ചെയ്തിട്ട് ഫുൾ A+ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഡീവിയേറ്റ് ചെയ്യുന്നത് ആളുകളായാലും സംഭവങ്ങളായാലും എന്തായാലും അതിനോടൊക്കെ നോ പറഞ്ഞ് മൊത്തത്തിൽ നിങ്ങൾ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, മൊത്തത്തിൽ നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, മൊത്തത്തിൽ നിങ്ങൾ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുകയാണ് മക്കളെ, നിങ്ങൾക്ക് കിട്ടും ഫുൾ A+. 8ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടും. ഈ പറയുന്ന രീതി പഠിക്കാൻ ഇത് ഞാൻ തരുന്ന വാക്കാണ്, നാഫിയുടെ വാക്കാണ്, എജ്യൂപോഡിൻ്റെ വാക്കാണ്. പഠിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? പഠിക്കാൻ നിങ്ങൾ സെറ്റല്ലേ? പഠിക്കാൻ നിങ്ങൾ ഉഷാറാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് റെഡി എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. കമൻറ്റ് ബോക്സ് ഒന്ന് റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. 8ാം ക്ലാസ്സിൽ ആരൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും 8ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം ഈസി ആവട്ടെ. എല്ലാവർക്കും 8ാം ക്ലാസ്സിൽ ആനുവൽ എക്സാം ഈസി ആയിട്ട് എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും 8ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ് മക്കളെ. എല്ലാവർക്കും ഫുൾ A+ തന്നെ കിട്ടട്ടെ. നന്നായി പഠിക്കാൻ പറ്റട്ടെ.